ഇമാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ റമദാൻ വസ്ത്രശോഭയുമായി നൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻസ്. ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. പാചകവാതകക്ഷാമം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ വിറക് അടുപ്പുകളിലേക്ക് നീങ്ങ കാറ്ററിംഗ് മേഖല. 9-ലേറെ വിറക് അടുപ്പുകൾ സജ്ജമാക്കിയാണ് പട്ടാമ്പി കാറ്ററിംഗ് സ്ഥാപനമായ ടെൻഷൻ ഫ്രീ കിച്ചൺ ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത്. അടച്ചുപൂട്ടൽ ഒഴിവാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാചകവാതകക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം പാചകവാതകക്ഷാമം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഹോട്ടലുകളെയും മറ്റും ഇത് വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് അതിജീവനത്തിനുള്ള ശ്രമവുമായി പട്ടാമ്പിയിലെ കാറ്ററിംഗ് സ്ഥാപനം കൂടിയായ ടെൻഷൻ ഫ്രീ കിച്ചന്റെ പ്രവർത്തനം. നേരത്തെ തന്നെ ഇവിടെ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ വിറകടുപ്പുകൾ കൂടി സ്ഥാപിച്ച് അടച്ചുപൂട്ടൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. 9ഓളം വിറക് അടുപ്പുകളാണ് ടെൻഷൻ ഫ്രീ കിച്ചണിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ് അടുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രഥമ പരിഗണന വിറകടുപ്പുകൾക്കാണെന്ന് ടെൻഷൻ ഫ്രീ കിച്ചൺ ഓണർ അശോകൻ പറഞ്ഞു. ഭക്ഷ്യമേഖലയിലെ ഈ യുദ്ധത്തിന്റെ നിഴലിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ആരും കുറച്ച് കാണേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നമായ ഗ്യാസിന്റെ ഷോർട്ടേജ്, അതായത് പാചകവാതക സിലിണ്ടർ നമ്മുടെ വ്യാവസായിക മേഖലയ്ക്ക് അനുവദനീയമല്ല. ഹോസ്പിറ്റലുകൾ, അതേപോലെ സ്കൂളുകളിലെ കാറ്ററിംഗ്, അമ്പലങ്ങൾ, അങ്ങനെയുള്ള ഭാഗത്തേക്കുള്ളത് ചുരുക്കം ചില മേഖലയ്ക്ക് മാത്രമാണ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിലിണ്ടർ സപ്ലൈ ഉള്ളൂ. നമ്മുടെ മറ്റ് ഹോട്ടലുകൾ, കാറ്ററിംഗ് മേഖലകളിൽ ഇതിലേക്കൊന്നും ഇപ്പോൾ സപ്ലൈ ഇല്ല. സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. വീടുകളിലേക്കുള്ള ഗ്യാസുകളൊക്കെ 45 ദിവസത്തിനുള്ളിൽ കൊടുക്കാനുള്ള പദ്ധതികളും അത് തുടർച്ചയായി നടക്കുന്നുണ്ട്. പക്ഷെ ഇത് തരണം ചെയ്യൽ എല്ലാവർക്കും നല്ലൊരു ധൈര്യത്തോടു കൂടി തരണം ചെയ്യേണ്ടതാണ്. നമുക്ക് വിറക് അടുപ്പ് എന്നുള്ള സോഴ്സുകൾ ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. റോക്കറ്റ് അടുപ്പുകൾ പറഞ്ഞിട്ട് നല്ല അടുപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അന്നാരും അതിനെ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ പെട്ടെന്ന് ഓടിച്ചെല്ലുമ്പോൾ 2 മാസം 3 മാസത്തേക്കുള്ള ഓർഡറുകളൊക്കെ അവർ ബുക്കിംഗ് ആയിട്ട് അവർക്കും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിനെ തരണം ചെയ്ത് വെച്ചാൽ നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി ഇഷ്ടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു 4-5 വിറകടുപ്പുകൾ എക്സ്ട്രാ ഉണ്ടാക്കി. മുമ്പേ എൻ്റെ അടുത്ത് വളരെ വലിയ അടുപ്പുകളാണ് ഉണ്ടായിരുന്നത്. ചെറിയ അടുപ്പുകളൊക്കെ ഗ്യാസിലാണ് ഓടിയിരുന്നത്. ആ മേഖലയ്ക്ക് പ്രശ്നം വന്നപ്പോൾ അങ്ങനെ തരണം ചെയ്തു. പാചകവാതകക്ഷാമം നിലവിൽ ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല. ബദൽ മാർഗങ്ങൾ തേടിയാൽ അടച്ചുപൂട്ടേണ്ട ആവശ്യമില്ല. നിരവധി തൊഴിലാളികളുടെ ഉപജീവനമാർഗം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിറകടുപ്പുകൾ ഉപയോഗപ്പെടുത്തി നിലവിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുകയാണ്. ഓർഡറുകൾ സ്വീകരിക്കുന്നതിലും കുറവ് വരുത്തിയിട്ടില്ല. ഇവിടെ എല്ലാം പഴയ പോലെ തന്നെ തുടരുകയാണെന്നും അശോകൻ പറഞ്ഞു. ഈ അടച്ചുപൂട്ടൽ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് അത്ര പ്രായോഗികമല്ല. നമ്മളത് തരണം ചെയ്തേ പറ്റുള്ളൂ. പിന്നെ മറ്റു കാറ്ററിംഗ് മേഖലകളിലൊന്നും ഇത് വളരെ അധികമായിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. ഇപ്പം എൻ്റെ സഹപ്രവർത്തകരായ പല കാറ്ററിംഗുകാരുകളും പട്ടാമ്പി പരിസരത്തൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഞാനും ഓരോ ഓർഡറുകളും നോ എന്ന് പറയാതെ എല്ലാ ഓർഡറും ഏറ്റെടുത്ത് ചെയ്യുന്നു. പലരും നമ്മളെ ഫോൺ വിളിച്ചിട്ട് ഗ്യാസിൻ്റെ പ്രതിസന്ധി കാരണം തുറക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും പുലർച്ചെ 4 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നിരന്തരമായിട്ട് വർക്കുകളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. ഇത് അടച്ചുപൂട്ടൽ ഭീഷണി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റ് കാറ്ററിംഗ് മേഖലകളിലും ഉണ്ടായിട്ടില്ല പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പല ഹോട്ടലുകളും, ചെറുകിട ഹോട്ടലുകളൊക്കെ ഗ്യാസിൻ്റെ കുറ്റി കിട്ടാതില്ലാത്തതുകൊണ്ടും ചായത്തട്ടിൻ്റെ ഇതിലൊക്കെയാണ് മറ്റു ഈ ഊർജ്ജ സ്രോതസ് തേടിപ്പോയത് കാരണം വരുന്നുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ചായ, എണ്ണപ്പലഹാരം, പൊറാട്ട അങ്ങനെയുള്ളതിനൊക്കെ ചെറിയ രീതിയിലൊക്കെ വില കൂടിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങളത് സഹകരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം മറ്റ് ഊർജ്ജ സ്രോതസ്സിലേക്ക് തേടി പോകുമ്പോൾ അധികമായി വരുന്ന ചെലവുകളാണ് ഈ ചെറിയ വില വർധനയ്ക്ക് സാധനം. അധികം ആരും ഒന്നും വില വർധനവ് ഈ ഭാഗത്തൊന്നും വരുത്തിയിട്ടില്ല. ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള ടൗണിലെ ഏർപ്പാട് നോക്കുമ്പോൾ ഇതൊന്നും ഒരു അധികമായിട്ട് തോന്നുന്നില്ല. അത് നമ്മളും അടച്ചു പൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ രീതിയിലുള്ള വില കൂടുതലുകൾ കാരണം നമ്മൾ ഊർജ്ജ സ്രോതസ്സിന് ഓടുമ്പോൾ വരുന്ന മറ്റു പണച്ചെലവുകളാണ് ഇതിന് കാരണം.